ഭഗവതി സേവ 2025 മെയ് 16 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നടക്കും. ശബരിമല മുൻ മേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഭഗവതി സേവ നടക്കുന്നത്. ഭക്തജനങ്ങൾ ഭഗവതി സേവയിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാന ചിത്രകലാ ക്യാമ്പ് ഫോർട്ട് കൊച്ചിയിൽ തുടങ്ങി. സംസ്ഥാന ചിത്രകലാ ക്യാമ്പ് ഫോർട്ട് കൊച്ചിയിൽ തുടങ്ങി. സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന കലാ അധ്യാപകരുടെ കൂട്ടായ്മയായ ടീച്ചാർട്ട് കൊച്ചിയുടെ സംസ്ഥാന ചിത്രകലാ ക്യാമ്പാണ് തുടങ്ങിയത്. ക്യാമ്പിൽ സംസ്ഥാനത്തെ 50ഓളം കലാ അധ്യാപകർ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഉദ്ഘാടനം KJ മാക്സി MLA ക്യാൻവാസ് നൽകി ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ഈ ആർട്ടിസ്റ്റുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമൂഹത്തിലേക്ക് തിന്മകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരുപാട് ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പല ഭാഗങ്ങളിലും ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാമ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ നാനാ മേഖലകളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ പ്രദേശങ്ങളിൽ. ആർട്ടിസ്റ്റുകളെന്ന ഏറ്റവും കൂടുതൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരാണ് ആർട്ടിസ്റ്റുകൾ. അവർ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി ഒരുപാട് സമയമൊക്കെ എടുത്ത് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചു. ആ ചിത്രങ്ങളൊക്കെ കൊച്ചി നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, അമൃത വിദ്യാലയം പെരുമ്പാവൂർ പ്രിൻസിപ്പൽ മീന കസ്തൂരി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സംസ്ഥാന അവാർഡ് ജേതാവ് ബേസിൽ ബേബി ആദരിച്ചു. ചിത്രകാരൻ തോമസ് കുരിശിങ്കൽ, രഞ്ജിത് ലാൽ MP, മനോജ്, കോർഡിനേറ്റർ RK ചന്ദ്രബാബു എന്നിവർ പ്രസംഗിച്ചു. ഒരു സഹായഹസ്തവുമായിട്ട് കലാകൃഷി ഞങ്ങൾ ലേറ്റായി, അതിന് മുമ്പ് MLA ചെയ്താണ്. നമ്മളിപ്പോൾ ഡേവിഡ് ഹാളിൽ നമ്മൾ MLA സംഘടിപ്പിച്ച ഒരു ചിത്രരചന ക്യാമ്പ്, അത് വളരെ, കാരണം അവിടെ ചിത്രങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് MLA ഉണ്ടാക്കി കൊടുത്തത്. MLA പറഞ്ഞ പോലെ നിങ്ങൾ വരയ്ക്കുന്നു, പക്ഷെ അത് വിറ്റഴിക്കാനുള്ള ഒരു അതിന് നല്ലൊരു MLA മുൻകൈ എടുത്തിട്ടുണ്ട്. പിന്നെ പള്ളത്തിരാമൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.